രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും മാസ്റ്റർ സ്ട്രോക്ക് എന്ന് ഉണ്ണിസാർ. അടിതെറ്റി നരേന്ദ്രമോദിജിയും അമിത്ഷായും. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാം. ഈ രാജ്യത്തെ ഈ യുവ പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ യുവജനത ഉയർത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഓരോ രാജ്യസ്നേഹിയുടെയും ഉത്തരവാദിത്തമാണ്. കാരണം തീവ്ര വലതുപക്ഷവാദികൾ പോലീസിന് നേരെ ഇവർ അക്രമം ചെയ്തു തുടങ്ങിയ ഈ ധാരാളം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നേരെ തിരിച്ച് പോലീസ് പല യുവാക്കളുടെയും യുവതികളുടെയും തല തല്ലി പൊളിച്ചു. രക്തം വീണ് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണാം. പെൺകുട്ടികളെ അടക്കം തല്ലി. എന്തായാലും പെൺകുട്ടികൾ ബസ് മറിച്ചിട്ടിട്ടല്ലല്ലോ പോലീസുകാർ തല്ലിയത്. അപ്പോ വളരെയധികം വ്യാജ പ്രചരണങ്ങൾ ഈ രാജ്യത്തിന്റെ ഈ പ്രക്ഷോഭത്തിനെതിരെ നടക്കുന്നുണ്ട്. എല്ലാ ചാപ്പകുത്തലുകളും ഉണ്ട്. അപ്പോ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് കൂടെ വേണ്ടിയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അവർ ഫൈറ്റ് ചെയ്തത്. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്നലെ നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ലോകകപ്പിൽ തന്ത്രം കൊണ്ടും ഐക്യം കൊണ്ടും അർജന്റീനയെ മലർത്തിയടിച്ച സ്പെയിനെ പോലെയായിരുന്നു ഇന്നലെ കോൺഗ്രസിന്റെ പെർഫോമൻസ്. അത് അതീവ രഹസ്യമായി തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു കേട്ടോ. ഒരുപക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരത് ജോഡോ യാത്രയിലൂടെ BJPയെ കടമുഴക്കിയ തന്ത്രത്തിന് സമാനമായ ഒന്നാണ് നമ്മൾ ഇന്നലെ ഡൽഹിയിൽ കണ്ടത്. ആ തന്ത്രം എന്തായിരുന്നു, അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും, അതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നോക്കൂ, ചോദ്യപേപ്പർ ചോർച്ച വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കേണ്ടത്, കോൺഗ്രസിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആയിരുന്നു കേട്ടോ. ഈ അഭിപ്രായം പലതവണ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച ശേഷം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പറഞ്ഞതിനെ നമ്മളൊക്കെ വിമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ശരിയാണ്, രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞതുപോലെ ചോദ്യപേപ്പർ ചോർച്ച നമ്മുടെ കുട്ടികളെയും അവരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഓരോ കുടുംബത്തെയുമാണ് ഇപ്പോൾ ഇരുട്ടിലാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെതിരായ പ്രതിഷേധം ജനങ്ങളുമായി വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണ്. എന്നാൽ അപ്പോഴാണ് ഇതേ ആവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്തെത്തുന്നത്. ആ സമയം തന്നെ ഏതാണ്ട് കോൺഗ്രസ് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറി. അതായിരുന്നു കോൺഗ്രസ് ആദ്യം കാണിച്ച തന്ത്രപരമായ മികവ്. അതൊരു തന്ത്രപരമായ പിൻവാങ്ങലായിരുന്നു കേട്ടോ. കാരണം എന്താ, കോൺഗ്രസ് ആണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുക എങ്കിൽ ഒരു സംശയവും വേണ്ട, അതിനൊരു രാഷ്ട്രീയ നിറം അപ്പോൾ തന്നെ കൽപ്പിക്കപ്പെടും. അതൊരു പക്ഷേ പ്രതിഷേധക്കാർക്കിടയിൽ പോലും ചിലപ്പോൾ രാഷ്ട്രീയമായ ഒരു ഭിന്നിപ്പിന് വഴിവെക്കുമായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ഇതാ ഒരു വിഷയം കിട്ടിയിരിക്കുന്നു, കോൺഗ്രസ് അതിനെ മുതലാക്കുന്നു, ഇതായിരിക്കും സർക്കാരും BJPയും ആദ്യം തന്നെ പടച്ചുവിടുന്ന നറേറ്റീവ്. മാത്രവുമല്ല, ഇന്നലെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്, ചോദ്യപേപ്പർ ചോർച്ച മാപ്പില്ലാത്ത കുറ്റമാണ്. 13 പേരെ ജയിലിൽ അടച്ചു കഴിഞ്ഞു. യുവാക്കളുടെ ഭാവിയെ പന്താടാൻ ആരെയും അനുവദിക്കില്ല. ഇതാണെന്നേ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. പോരാത്തതിന് നീറ്റ് പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. ഈ പ്രതിരോധം തീർത്ത് സർക്കാർ മുഖം രക്ഷിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേട്ടോ. അതോടെ കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ മുനയൊടിയുമായിരുന്നു. അല്ലെങ്കിലും രാജ്യത്തെ ആകെ മോശമാക്കി ചിത്രീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ദേശദ്രോഹികളാണല്ലോ ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. അതേ ആരോപണം ഓരോ BJP നേതാവും ആവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, രാജ്യത്ത് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സ്വതന്ത്രമായ ഒരു കൂട്ടായ്മ ഉണ്ടായി. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ അവർ സമാധാനപരമായി സമരം സംഘടിപ്പിച്ചു. ആ സമരത്തോട് കേന്ദ്ര സർക്കാർ മുഖം തിരിച്ചപ്പോൾ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഈ സമയത്തൊന്നും കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ ഈ സമരത്തെ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല കേട്ടോ. അതായിരുന്നു രണ്ടാമത്തെ തന്ത്രപരമായ ചുവടുവെപ്പ്. ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പോഴും സമരത്തിന് പിന്നിൽ ഗൂഢാലോചന, അങ്ങനെ ഒരു വാദം സർക്കാർ ഇപ്പോഴും പറയുന്നുണ്ട്. അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ. കോൺഗ്രസ് കേവലം നിന്നു. അതിനാ പാർട്ടിയും രാഹുൽ ഗാന്ധിയും വേണ്ടതിലേറെ വിമർശനങ്ങൾ കേൾക്കുകയും ചെയ്തു കേട്ടു. രാഹുൽ ഗാന്ധി എവിടെയെന്ന് സർജിക്കൽ സ്ട്രൈക്ക് അടക്കം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കാത്തിരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. വിമർശനങ്ങൾക്ക് മുന്നിൽ നിശബ്ദമായി നിൽക്കാനാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തീരുമാനിച്ചത്. എന്നാൽ മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത് ഡൽഹി ഒരു കലാപ ഭൂമിയാകുന്നതാണ്. പോലീസും കേന്ദ്രസേനയും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തലതല്ലി പൊളിക്കുന്നതാണ്. കണ്ണീർ വാതകവും പെന്നറ്റും ഒക്കെ പ്രയോഗിക്കുന്നതാണ്. അതോടെ പ്രതിഷേധം രാജ്യവ്യാപകമായി. ജനവികാരം കേന്ദ്ര സർക്കാരിനെതിരെ. നമ്മുടെ കുട്ടികളാണ് അവിടെ സമരം ചെയ്യുന്നത്. സ്വന്തം പിള്ളേരാണ് അവര് പട്ടിണി കിടന്ന് സമരം ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളെയാണ് കേന്ദ്ര സർക്കാരിന്റെ പോലീസ് തല്ലിച്ചതച്ചത്. അത് ഏതൊരാളെയും വേദനിപ്പിക്കുമെന്നേ. അവര് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളോ സഹോദരങ്ങളോ ഒന്നുമല്ല.
പക്ഷേ അവരുടെ സമരം നമ്മുടെ കുട്ടികളുടെ കൂടി ഭാവിക്ക് വേണ്ടിയാണ് എന്ന് Correct. നമുക്കറിയാം. നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ജനവികാരം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എവിടെയാണ് ഈ അതിക്രമങ്ങൾ നടന്നത്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെയാണല്ലോ പാർലമെന്റിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അവിടെയാണ് ജനാധിപത്യപരമായി നടന്ന ഒരു സമരത്തിന് നേരെ കണ്ണീർവാതക പ്രയോഗം നടന്നത്, ലാത്തി ചാർജ് നടന്നത്, പെല്ലറ്റ് ആക്രമണം നടന്നത്. ഒരു പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് കേട്ടോ. ലാത്തി ചാർജ്. ആ പെൺകുട്ടി ബസ് മറിച്ചിട്ട് കാണും, ആ പെൺകുട്ടി പോലീസുകാരെ അടിച്ചു കാണും. ആ മകളുടെ തലയ്ക്കാണ് അടിയേറ്റിരിക്കുന്നത്. തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തുന്നില്ല. ജീവന് വേണ്ടി ഓരോ നിമിഷവും അവൾ മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ സമരം CJP-യുടെ മാത്രം പ്രശ്നമല്ലെന്നേ, ഓരോ ഇന്ത്യക്കാരന്റെ ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്. സമാധാനപരമായി സമരം ചെയ്യാനുള്ള നമ്മുടെ അവകാശത്തിനുമേൽ സർക്കാർ നടത്തുന്ന കടന്നുകയറ്റമാണ് ഡൽഹിയിൽ നമ്മൾ കണ്ടത്. അത് ചോദ്യം ചെയ്യാൻ രാജ്യത്തെ ഏതൊരാൾക്കും ഏതൊരു പാർട്ടിക്കും അവകാശമുണ്ടെന്നേ. അതിൽ രാഷ്ട്രീയമില്ല. ഇനി അങ്ങനെയൊന്നും ആരോപിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് നമ്മുടെ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. സർക്കാരിനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. ആ സമയത്താണെന്നേ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നത്. കാരണം എന്താ? കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി. രാഹുൽ ഗാന്ധിയാണ് ഷാഡോ പ്രൈം മിനിസ്റ്റർ. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവുമാണ്. കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും രാജ്യത്തോട് ഉത്തരവാദിത്വമുണ്ട്. പട്ടാപ്പകൽ സമരം ചെയ്യുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ണും പൂട്ടി അടിച്ചു കൊല്ലാൻ നടക്കുന്ന പോലീസ് ഉണ്ടല്ലോ, അവരെ തടഞ്ഞേ മതിയാകൂ. പോലീസ് ഗുണ്ടായിസമാണ് നൽകിയവരെ എതിർത്തേ മതിയാകൂ. അവരെ തുറന്ന് കാണിച്ചേ മതിയാകൂ. അങ്ങനെ ഒരു ക്രൂഷ്യൽ മൊമെന്റിലാണ് കോൺഗ്രസിന്റെ എൻട്രി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമരസ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതാക്കളോ MP-മാരോ മുഖ്യമന്ത്രിമാരോ എത്തുമെന്ന കാര്യത്തിൽ ഒരു ക്ലൂ പോലും ഇന്റലിജൻസിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായിരുന്നു ഏറ്റവും മികച്ച തന്ത്രം എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തുകൂടിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിലായിരുന്നു. അതിന് മറ്റൊരു കാരണവും കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ ഖർഗെയുടെ പിറന്നാളായിരുന്നു. അവിടെ ഒരു കേക്ക് കട്ടിംഗ് സെറിമണി അറേഞ്ച് ചെയ്യപ്പെട്ടു. അവിടെ ആഘോഷത്തിനായാണ് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നത്, ഒത്തുകൂടുന്നത് എന്ന് സർക്കാരും അതിന്റെ എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളും കരുതി. പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് പോലും തങ്ങൾ ഒത്തുചേരാൻ പോകുന്നത് വലിയൊരു പ്രതിഷേധത്തിനായിട്ടാണ് എന്നറിയില്ലായിരുന്നു. അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ വാർത്ത ചോരുമായിരുന്നു. 4 പേർക്ക് മാത്രമാണ് കേട്ടോ ഇക്കാര്യത്തിൽ വിവരമുണ്ടായിരുന്നത്. മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ. കഴിഞ്ഞു എന്ന് അവിടെ വെച്ചാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത്. അവര് പോയത് നേരെ പാർലമെന്റ് സ്ട്രീറ്റിലേക്കായിരുന്നില്ല, പോയത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കായിരുന്നു. അതായിരുന്നു അടുത്ത മാസ്റ്റർ സ്ട്രോക്ക്. അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഞെട്ടി. രഹസ്യാന്വേഷണ ഏജൻസികൾ വാ പൊളിച്ചു നിന്നുപോയി. നോക്കൂ, പിന്നെ നമ്മൾ കണ്ടത് കേന്ദ്ര സർക്കാരിനെ അടിമുടി വിറപ്പിച്ച പ്രതിഷേധ സമരമാണ് കേട്ടോ. പന്തൊന്നു തൊടാൻ പോലും നൽകാതെ അർജന്റീനയെ പൂട്ടിയ സ്പെയിനെ പോലെയായിരുന്നു കോൺഗ്രസ് ഇന്നലെ കളത്തിൽ നിറഞ്ഞു കളിച്ചത്. പേരെടുത്ത തന്ത്രജ്ഞന്മാരാണല്ലോ BJP-യുടെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. BJP അങ്ങ് മാനത്ത് കാണും എന്നാണല്ലോ വെപ്പ്. പക്ഷെ ഇന്നലെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു നടത്തിയത്. അതിനു മുന്നിൽ തലകുനിച്ചത് നരേന്ദ്രമോദി ആയിരുന്നു, അമിത്ഷാ ആയിരുന്നു. കാരണം എന്താ? പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിലാണെന്നേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കുത്തിയിരുന്ന് സമരം ചെയ്തത്. തെരുവിലൂടെയാണ് അയാൾ വലിച്ചിഴക്കപ്പെട്ടത്, ആക്രമിക്കപ്പെട്ടത്. രാജ്യത്ത് ആദ്യമായാണ് കേട്ടു ഇങ്ങനെ ഒരു പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ നടക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുള്ള മേഖലയാണ് പ്രധാനമന്ത്രിയുടെ വീട്. അവിടെ ഫിസിക്കലായി മാത്രമല്ല സാറ്റലൈറ്റ് സംവിധാനം വഴി വരെ എല്ലാ നിമിഷവും നിരീക്ഷണം നടക്കുന്ന സ്ഥലമാണ്. അവിടേക്കാണ് ഒരു പ്രതിഷേധ കടൽ ഇരമ്പിയെത്തിയത്. ഇന്നലെ അവിടെ സംഭവിച്ചത് ഒരർത്ഥത്തിൽ ബ്രീച്ച് ഓഫ് സെക്യൂരിറ്റി പോലുമാണ്. സത്യത്തിൽ സർക്കാർ എല്ലാ അർത്ഥത്തിലും നാണം കിട്ടു എന്ന് പറയാതെ വയ്യ. CJP നടത്തിയ ഈ സമരമുണ്ടല്ലോ, അത് ഇതിനോടകം തന്നെ വലിയൊരു വിജയമായി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മത്സര പരീക്ഷകൾക്ക് യാതൊരു വിശ്വാസ്യതയുമില്ല. ആ സന്ദേശം ഓരോ കുടുംബങ്ങളിലും എത്തിക്കാൻ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു ദേശീയ മാധ്യമത്തിന്റെയും സഹായമില്ലാതെയാണ് സ്വന്തം ചോരയാണ് അവർ ആ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇന്നലെ സമരസ്ഥലത്ത് ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു. എന്തായിരുന്നു അവരുയർത്തിയ മുദ്രാവാക്യം? ഗോഡി മീഡിയ ഗോ ബാക്ക്. അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അത് കേട്ട് നാണം കെട്ട് നിൽക്കുന്ന ദേശീയ മാധ്യമങ്ങളെയും, ഗോദി എന്ന് പറഞ്ഞാൽ മടിത്തട്ടിലിരിക്കുന്ന മീഡിയ, അതാണ് മോദിയോട് റൈം ചെയ്യുന്ന ഗോദി മീഡിയ. ഈ സമരത്തിനിടെ നമ്മൾ അവിടെ കണ്ടു. ഇന്നലെ ഇറങ്ങിയ ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിന്റെ തലക്കെട്ട് മാത്രം നോക്കിയാൽ മതി.
എങ്ങനെ അത് വലിയൊരു വിമർശനമാണ്. കാര്യം യൂഷ്വലി ഒരു ചാനൽ മറ്റൊരു ചാനലിനെ പേരെടുത്ത് വിമർശിക്കാറില്ല. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ഇന്ത്യയിൽ ഏറ്റവും വായിക്കുന്ന ഒരു പത്രത്തെ പേരെടുത്ത് അദ്ദേഹം വിമർശിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങൾ മോദി സർക്കാരിന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്തായിരുന്നു തലക്കെട്ട്? കോപ്സ് പ്രൊട്ടസ്റ്റേഴ്സ് മാർച്ച് ടു പാർലമെന്റ്. സമരക്കാരെ പാർലമെന്റിന് മുന്നിൽ സേന തടഞ്ഞു. ഇതായിരുന്നു ഹെഡ്ലൈൻ. ഇപ്പോൾ ഫുട്ബോളിന്റെ കാലമാണല്ലോ. ഏതാണ്ട് ഗോളി പന്ത് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറയും പോലെയാണെന്നേ സമരക്കാരെ സേന തടഞ്ഞു എന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നത്. അവിടെയും തീർന്നില്ല കേട്ടോ, ഒരു ഉപതലക്കെട്ട് കൂടി നൽകിയിട്ടുണ്ട്. നോക്കൂ, 118 cops and 16 marchers injured. 118 പോലീസുകാർക്കും 16 പ്രതിഷേധക്കാർക്കും പരിക്കേറ്റു. എങ്ങനെയുണ്ട്? ഇത് വായിച്ചാൽ തോന്നും ഡൽഹി പോലീസിനെ പ്രതിഷേധക്കാരെല്ലാം ചേർന്ന് വളഞ്ഞിട്ട് അങ്ങനെയാണ് പറയുന്നത് ഇവിടെ പലരും. ഇങ്ങനെയാണെന്നേ വാർത്തകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ലാത്തി ചാർജും ടിയർ ഗ്യാസ് പ്രയോഗവും വാർത്തയല്ല. തല പൊട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഏതാണ്ട് 60ഓളം വിദ്യാർത്ഥികളുടെ ജീവൻ മരണ പോരാട്ടം വാർത്തയല്ല. സർക്കാരിനെ വെറുപ്പിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ആപ്പീസ് പൂട്ടിപ്പോകും. ഇതാണെന്ന അവസ്ഥ. ഏതായാലും കോൺഗ്രസ് അതിന്റെ തന്ത്രം മെനയുന്നതിൽ കാണിച്ച ബുദ്ധിയും സൂക്ഷ്മതയും ഉണ്ടല്ലോ, അതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കൃത്യമായ കാത്തിരിപ്പ്, കൃത്യസമയത്തുള്ള എൻട്രി, അതായിരുന്നു തന്ത്രം. ആ തന്ത്രം ഫലം കണ്ടിരിക്കുന്നു. 56 വയസ്സുള്ള യുവാവെന്ന് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയെ മോഡി പരിഹസിച്ചത്. 48 മണിക്കൂർ പോലും കഴിഞ്ഞില്ല കേട്ടോ. ആ മനുഷ്യന്റെ ചിത്രമാണ് ഇന്ന് രാജ്യത്തെ യുവജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിൽ പരം ഒരു തിരിച്ചടി മറ്റെന്താണ്? ഇതിൽ പരം ഒരു തോൽവി മറ്റെന്താണ്? മുഖം നഷ്ടപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെയും മുഖം നഷ്ടപ്പെട്ട ഒരു സർക്കാരിനെയുമാണ് നാം ഇപ്പോൾ കാണുന്നത്. അതാണ് ഈ സമരത്തിന്റെ നേട്ടം. ആ നിരീക്ഷണം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞതെല്ലാം കറക്റ്റാണ്. കോൺഗ്രസ് തന്ത്രപരമായി കാത്തിരുന്നാണോ എന്നറിയില്ല. സിറ്റുവേഷൻ എങ്ങനെ ഇവോൾവ് ചെയ്താകാനും സാധ്യതയുണ്ട്. പക്ഷേ അതിശക്തമായ രീതിയിൽ രാഹുൽ ഗാന്ധി സർക്കാരിനെ മുൾമുനയിലാക്കി നരേന്ദ്രമോദിജിയുടെ നേർക്ക് ചോദ്യങ്ങൾ ഉയർത്തി എന്നുള്ളതാണ്. മോദിജി ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്കും സർജിക്കൽ സ്ട്രൈക്കും